ധർമ്മം സ്ഥാപിക്കാൻ, അധർമ്മമില്ലായ്മ ചെയ്യാൻ, സാധുക്കളെ സംരക്ഷിക്കാൻ, ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കാൻ, അതാണ് ധർമ്മബോധം എന്ന് പറയും പ്രവാചകന്മാരെ ഇസ്ലാം അയക്കാൻ. മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള പ്രവാചകന്മാർ അവർ വന്നിട്ട് മനുഷ്യരെ നമ്മളെയൊക്കെ ആ ദൈവ മതത്തിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോയി. ഒറ്റ മതം സകൽ ഏകം സദ്ബഹുത. എവിടെയാണ്? ബ്രഹ്മകർമ്മ സമാഹിന. ബ്രഹ്മത്തിൽ കർമ്മം ചെയ്ത് സമാധികൾ സാക്ഷാൽ ദൈവത്തെ ആരാധിച്ച് അവന്റെ കൽപ്പനകൾ കേട്ടാവർക്ക് ജീവിക്കാനാണ് വേദങ്ങൾ മുഴുവനും നമ്മളോട് പറഞ്ഞത്. അഥവാ ഹിന്ദു വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ ഏകനായ ഈ പ്രപഞ്ചത്തിന്റെ നാമം അത് തന്നെയാണ് ഖുർആൻ. യാ അയ്യുഹന്ന, അല്ലയോ മനുഷ്യരെ. അല്ലോ, അല്ലയോ മുസ്ലിംകളെ എന്ന് വിളിച്ചില്ല, അല്ലയോ സൗദരക്കാരെ എന്ന് വിളിച്ചില്ല, മുഹമ്മദ് നബിയുടെ തറവാടായ ഖുറൈശികളെ വിളിച്ചില്ല. മറിച്ച് അല്ലയോ മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ദൈവത്തെ നിങ്ങൾ ആരാധിക്കുക. മനുഷ്യനെന്ന മഹാബുദ്ധിജീവി പലതിനെയും ആരാധിക്കുന്നു, അല്ലെ? പാമ്പിനെ ആരാധിക്കുന്നു, അതുപോലെ മൃഗങ്ങളെ ആരാധിക്കുന്നു. എന്നാൽ ഒരു മൃഗവും ഒരു മരവും മനുഷ്യനെ ആരാധിക്കുന്നില്ല. ഇത് നമ്മൾ എപ്പോഴും ആരാധിക്കണം. അതുകൊണ്ട് നമ്മൾ ആരെ ആരാധിക്കണം? അനന്തര അനന്തഹും മനസ്സിലാവാതി വന്നില്ല. വർഷം ഖുർആനിലെ 22-ാമത്തെ 38-ാമത്തെ വചനം വല്ലാത്തൊരു സൂക്തമാണ്. ആകാശഭൂമികളിലുള്ളതെല്ലാം കണ്ടോ, ആകാശഭൂമികളിലുള്ളതെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു. താരാ നീയും ആ ദൈവത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക. ഭൂമിയുടെ 13 ലക്ഷം ഇരട്ടിയുള്ള സൂര്യൻ, ആ സൂര്യൻ ദൈവത്തെ ആരാധിക്കുന്നു, ചന്ദ്രൻ ദൈവത്തെ ആരാധിക്കുന്നു, നക്ഷത്രങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു, മരങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു, പാമ്പും എലിയും പശുവും ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് നിങ്ങളും ആ ദൈവത്തെ ആരാധിക്കുക. ഇനി നിങ്ങൾക്ക് എന്താണ് മുസ്ലിം? മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം അബ്ദുറഹ്മാൻ ആമിന ആയിട്ടാണെന്നല്ല കേട്ടോ. മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം അനുസരണമുള്ളവൻ. എങ്ങനെ അനുസരിക്കും? ഇപ്പോ ഞാൻ പറഞ്ഞ സ്വാമി വിവേകാനന്ദനെ അറബി പദം കൊണ്ട് അയാൾ ഒരു മുസ്ലിം ആയിരുന്നു പറയാം. കാരണം ഗുരുനാഥനെ ഏറ്റവും അനുസരിച്ച ശിഷ്യനായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ഏറ്റവും അനുസരിച്ച ശിഷ്യൻ. അനുസരണം എന്ന സ്വഭാവം ആർക്കുണ്ടോ അവനൊക്കെ ആ ഭാഷാപരമായി മുസ്ലിമാണ്. ഭാഷാപരമായി മുസ്ലിമാണ്. മതത്തിന്റെ സാങ്കേതിക ശബ്ദത്തിൽ ഒരാൾ മുസ്ലിമാകുക എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിമാകുക എന്ന് പറഞ്ഞാൽ ആ പിന്നെ ശ്രീദേവി എന്നുള്ള പേര് മാറ്റി ആമിനാകല, തൊഫീലല്ല, അല്ല അല്ല, ഒരിക്കലുമല്ല. അതുകൊണ്ട് തന്നെ മതത്തിൽ ബലാത്കാരമോ പരിവർത്തനമോ ഇല്ല. പിന്നെ എന്താ? നന്നാവുക, സമ്പൂർണ്ണ മനുഷ്യനാവുക. ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. കല്ലും മുള്ളും വേടും മൂർക്കൻപാവും കാഞ്ഞിരക്കുറ്റിയും മാന്തറുകളും മന്ത്രങ്ങളും ജാലങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ഇതൊന്നും ഇനി ഞാൻ ആരാധിക്കുകയില്ല, എന്റെ പ്രപഞ്ചത്തിന്റെ നാഥനയല്ലാതെ എന്നൊരു മനുഷ്യൻ തീരുമാനിക്കുന്നതോടെ അയാൾ മുസ്ലിമിന്റെ ഒന്നാമത്തെ ഗുണം സ്വീകരിക്കും. രണ്ടാമത്തത്, ഞാൻ ആ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചേ ജീവിക്കുള്ളൂ. ഞാൻ ഒരിക്കലും പുകവലിക്കില്ല, ഞാൻ ഒരിക്കലും കണ്ടുപിടിക്കില്ല, ഞാൻ ഒരിക്കലും പലിശ വാങ്ങില്ല, ഞാനൊരാളെയും കൊല്ലുകയില്ല, ഞാനൊരാളോടും ചിരിക്കാതിരിക്കുകയില്ല, ഞാനൊരാളോടും പിണങ്ങുകയില്ല, ഞാനൊരു അമ്മയെയും വേദനിപ്പിക്കുകയില്ല, ഞാനൊരു അച്ഛനെയും വേദനിപ്പിക്കുകയില്ല. കാരണം എന്താണ്? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. സ്മൃതിയിലാണ് ഖുർആനിലുടനീളം അച്ഛന് അമ്മയുടെ ഉമ്മാന്റെ കാലടിയിലാണ് പറയുന്നത് നിന്റെ സ്വർഗം. മക്കളെ അതുകൊണ്ട് കണ്ടുപിടിച്ച് അമ്മയെ കൊല്ലാനല്ല നിങ്ങൾ വരേണ്ടത്. നിങ്ങൾ അമ്മയെ സംരക്ഷിക്കുന്ന, താങ്ങിയെടുക്കുന്ന സ്വന്തം അമ്മയെ കാമാശക്തിയോടുകൂടി നോക്കി ബലാത്സംഗം ചെയ്തൊരു മകന്റെ കഥ കേരളത്തിലെ ഉണ്ടായി. നാം എങ്ങോട്ട് പോകുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് സങ്കടത്തോടുകൂടി സംഘാടകരോട് ഓർമ്മപ്പെടുത്താനുള്ള ഒരു വാചകമുണ്ട്. ഞാൻ ഏറെ വേദനിച്ചിട്ടുള്ള ഒരു സംഭവം പറയാം. നിങ്ങളൊപ്പം മദ്യപാനം ഒരു തിന്മയാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ മദ്യം കഴിക്കുന്നത് എപ്പോഴാണ്? മതസമൂഹങ്ങളുടെ ആഘോഷ ദിവസമാണ് എന്നുള്ളത് ഞാൻ വളരെ ഗൗരവമായി പറയാം. ക്രിസ്തുമസിനാണത്രേ ചാലക്കുടിയിൽ ഏറ്റവും കൂടുതൽ, ചാലക്കുടി കുടിക്കുന്ന സ്ഥലം എന്ന് പേര് പറഞ്ഞിരിക്കുന്നു. അതിനെ ഏറ്റവും കൂടുതൽ 50 സമൂഹം കണ്ടുപിടിക്കുന്നത് ഓണത്തിനും വിഷുവിനുമാണ്. ഞാൻ ഇവിടുത്തെ എല്ലാ മതപണ്ഡിതന്മാരും ചോദിക്കുന്നത്, ദയവ് ചെയ്ത് നിങ്ങളെ ചോദിക്കണം, മതം മനുഷ്യനെ നന്നാക്കാനുള്ളതാണ് എങ്കിൽ ആ മതാഘോഷത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടുപിടിക്കുന്നത് എന്തുകൊണ്ട്? അതുകൊണ്ട് ദയവ് ചെയ്ത് അച്ഛനമ്മമാരെ ഉപദ്രവിക്കരുത്, കണ്ടുപിടിക്കരുത്.
എത്ര കോടികൾ, ഏറ്റവും കൂടുതൽ മദ്യപാനികൾ കേരളീയരാണ്. അതുകൊണ്ട് അറിയണം, ഞാൻ പറഞ്ഞതിനെ ഇങ്ങനെ കൺക്ലൂഷൻ ചെയ്യട്ടെ. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം എല്ലാ മതങ്ങളും ജീവിക്കുന്ന ഒരു നാട്. വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്നറിയും, അരി കൊടുത്ത് ചോറ് കൊടുത്ത് ആളുകളെ വഞ്ചിച്ച് മതത്ത് കൂട്ടുക ഇസ്ലാമിക ഒരു സമ്പ്രദായത്തെ ഈ അടുത്ത കാലത്ത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, ഈ ലവ് ജിഹാദ് ആ പദം പോലും ഉപയോഗിക്കാൻ പാടില്ല. കാരണം ജിഹാദ് എന്നത് പരിശുദ്ധമായ ഒരു പദമാണ്. ലവ് എന്നത് സ്ഥാനമനുസരിച്ച് പരിശുദ്ധമാകുന്ന ഒന്നാണ്, എല്ലായ്പ്പോഴും പരിശുദ്ധമാകുന്ന ഒന്നല്ല. വിവാഹത്തിന് ശേഷമുള്ള ലവ് പരിശുദ്ധമാണ്. വിവാഹേതര ബന്ധത്തിലെ സ്ത്രീ പുരുഷ സ്നേഹം അസ്ഥാനത്താണ്. ലവ് ജിഹാദ് എന്നത് എപ്പോഴും പരിശുദ്ധമാണ്. കാരണം ജിഹാദ് എന്ന മനസ്സിലാക്കും നിങ്ങളും പഠിച്ചില്ല, ഞങ്ങളുടെ കൂട്ടത്തിലെ തീവ്രവാദികളും പഠിച്ചില്ല. അതിന്റെ കുഴപ്പം അയോധ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യുദ്ധമില്ലാത്ത ഭൂമിയാണ്. അതൊന്നും യുദ്ധമുള്ള ഭൂമിയല്ലേ? ആരാ കുഴപ്പക്കാർ? അയോധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത ഭൂമിയാണ്. എന്നത് യുദ്ധഭൂമിയല്ലേ? ആരാ അതിന്റെ കുഴപ്പം? നമ്മളാ, നമ്മുടെ കരങ്ങളാ, മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതാ, അല്ലാതെ ഓർമ്മ ഇവിടെ സംഭവിച്ചിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കി ഒരു കാര്യം മനസ്സിലാക്കണം. ലാ ഇക്റാഹ ഫിദ്ദീൻ. എന്താ ഇതിന്റെ അർത്ഥം അറിയുമോ നിങ്ങൾക്ക്? ഖുർആനിലെ 2-ാം അധ്യായം 256-ാമത്തെ വചനമാണ്. മതത്തിൽ ബലാത്കാരമില്ല. കാരണം എന്താ? സത്യവും അസത്യവും ഇവിടെ വേർതിരിച്ചിട്ടുണ്ട്. സത്യമേവ ജയതേ, ഏതോ ധർമ്മസ്ഥതോടെയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. അപ്പൊ സത്യം അസത്യം ഇവിടെ വ്യക്തമാണ്. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ആരെയും നിർബന്ധിക്കരുത്. ഇങ്ങനെ ഉണ്ടെന്ന് പറയാം. എനിക്ക് നിങ്ങളോട് പറയാൻ അവകാശമുള്ളൂ, അടിക്കാൻ അവകാശമില്ല, നിർബന്ധിക്കാൻ അവകാശമില്ല. വിശുദ്ധ ഖുർആൻ അങ്ങനെയാ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവരോട്, ഇസ്ലാമിൽ ഒരിടത്തും ഹിന്ദുവിന്റെ നേരെ കുതിരകളാൽ ഒരൊറ്റ വാചകം പോലുമില്ല. ഇനി ഞാൻ വിനീതമായി ഒന്ന് ചോദിക്കട്ടെ, ഖുർആനിനെതിരെ വിമർശിക്കുന്നവരുടെ വിമർശനം കേട്ടുമെന്നല്ലാതെ നിങ്ങൾ ആരെങ്കിലും ഖുർആൻ കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ ഒരൊറ്റ വാചകം, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം, ഒരൊറ്റ വാചകത്തിലെ ഒരക്ഷരം മാനവികതക്കെതിരാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും തെളിയിച്ച എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇസ്ലാമിനെ വേണ്ടി പ്രസംഗിക്കില്ല, ഒരിക്കലും. ഒറ്റ ഇതെന്താ സംഭവിച്ചെന്നറിയോ? ഋഗ്വേദവും സാമവേദവും പഠിച്ചവർ ഇവിടെ ഇല്ല. വേദം കൃത്യമായി പഠിച്ചവർ ഇവിടെ കുറവാണ്, അല്ലേ? ഹിന്ദു കുടുംബത്തിൽ ജനിച്ച്, ഹിന്ദുവായി ജനിച്ച്, ഓശോ ക്ഷേത്ര വിശ്വാസിയാണെ അങ്ങനെ വളർന്ന്, ഗുരുവായൂരപ്പൻ്റെതാണ് അങ്ങനെ, ശബരിമലപ്പനാണ്. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് അവിടുത്തെ വിശ്വാസ ആചാരമായിട്ട് ജീവിച്ച്, ഓസ്ട്രേലിയയിലൊക്കെയാണ് ദർഗ പൂജിച്ച് അങ്ങനെ ജീവിക്കാം. അല്ലാതെ പ്രമാണം പഠിച്ചിട്ടില്ല. വേദം പഠിക്കാത്തതോ ദുർജനം മൂടിക്കിടക്കയോ മർത്തിന് മാനസം. വേദം പഠിക്കാത്തതോ ദുർജനം മൂടിക്കിടക്കയോ മർത്തിന് മാനസം. നമ്മൾ നമ്മുടെ കുട്ടികളെ എഞ്ചിനീയറാക്കി, ഡോക്ടറാക്കി, MBBS പാസ്സാക്കി. പക്ഷേ വേദപണ്ഡിതനാക്കിയില്ല. വേദപണ്ഡിതനാക്കാത്തത് കൊണ്ട് മനുഷ്യരില്ലാതായി. വേദപഠനം ഇവിടെ നശിച്ചുപോയി. അതുകൊണ്ട് നമ്മൾ തമ്മിൽ തല്ലി. വേദപഠനം ഇവിടെ നശിച്ചു. അതുകൊണ്ട് നമ്മൾ തല്ലി. വേദങ്ങൾ ശരിക്ക് പഠിച്ചിരുന്നെങ്കിൽ മലയാളമായിരുന്നു. വനക്കന്റെയും അമ്മയുടെയും മക്കളാണ് ഞാനും നിങ്ങളുമെന്ന്. ഇത് പ്രസംഗത്തിന് വേണ്ടി പറയുന്ന വാക്കല്ലോ. ജീവിതത്തിൽ ഒരിക്കലും ഒരു ഹിന്ദുവിനോട് വിരോധം തോന്നിയിട്ടില്ല, ഒരു ക്രിസ്ത്യാനിയോട് വിരോധം തോന്നിയിട്ടില്ല, ഒരു മുസ്ലിമിനോട് വെറുപ്പ് തോന്നിയിട്ടില്ല, ഒരു മനുഷ്യരോട് വെറുപ്പ് തോന്നിയിട്ടില്ല. അങ്ങനെ എന്നെ വളർത്തിയത് ഈ ഖുർആൻ. ആ ഖുർആൻ നിങ്ങൾ വായിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഒരിക്കലും ഒരു നല്ല വിജ്ഞാനത്തിൽ നിന്ന് മാറിപ്പോകരുത്. ഞാനിവിടെ ഒരുപാട് വേദ അധ്യായങ്ങൾ പറഞ്ഞു, വേദഗ്രന്ഥങ്ങൾ പറഞ്ഞു. എനിക്ക് വെള്ളം കിടക്കാത്ത കലവറകളായിരുന്നില്ല വേദം. കാരണം വിശുദ്ധ ഖുർആൻ പൂർവ്വവേദങ്ങളെ പഠിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചു. ഞങ്ങൾ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നമ്മൾ തമ്മിൽ തല്ലേണ്ടവരല്ലെന്ന്. ഈ യാഥാർത്ഥ്യം എനിക്ക് കിട്ടിയ ഈ ഓർമ്മയുടെ മഹാസൗഭാഗ്യത്തിൽ ഞാൻ തുറന്നു പറയുന്നു. ഏകദൈവം ഏകാലാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി കിട്ടുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാക്കി മാറ്റിയ വക്കം അബ്ദുൽ ഖാദർ മൗലവി, അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ച ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അപ്പൊ ഞാനിവിടെ പറഞ്ഞതിന്റെ ആകത്തുക എന്താണ്? ഇനി മുതൽ നിങ്ങൾ ചെയ്യേണ്ടതില്ല. അത് നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കുമെങ്കിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുക. എല്ലാ കാര്യങ്ങളും അവരോട് പറയാം. സന്താനങ്ങൾ നമ്മളൊക്കെ കെട്ടിച്ച ഈശ്വരനെ നമ്മുടെ കുഞ്ഞിനെ തരാൻ മതിയുണ്ടോ? ഉണ്ടോ? ഒരു കുഞ്ഞിനെ പോലും കെട്ടിക്കാത്ത ഒരാളോട് ഈ കുട്ടിയെ തരുന്നതെന്ന് പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കും. നമ്മളെ കോടാനുകോടി മനുഷ്യരെ സൃഷ്ടിച്ച ഈശ്വരനോട്, കോടാനുകോടി മനുഷ്യർക്ക് കണ്ണ് നൽകിയ ഈശ്വരനോട്, കോടിക്കണക്കിന് കണ്ണ് നൽകിയ ഈശ്വരനോട് നമ്മൾ കണ്ണ് കാഴ്ച തരണേ
എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് പോലും കണ്ണു കൊടുത്ത സാക്ഷാൽ ദൈവത്തോട് ഇത് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ വിജയം. ഇത് തെറ്റിയാൽ നമ്മൾ എന്ത് പത്തനായിട്ട് കാര്യമില്ല, നമ്മൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് വളരെ ഗൗരവമായി നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ദൈവത്തെയല്ല, ഇപ്പം മുഹമ്മദ് നബിയുടെ പ്രതിമയില്ല. കണ്ടോ, ലോകത്ത് പ്രതിമയില്ലാത്ത ഒരേ ഒരു ആചാര്യനായ മുഹമ്മദ് നബിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, മുഹമ്മദ് നബിയുടെ പ്രതിമ തകർപ്പം പറഞ്ഞിട്ടൊരു വിപ്ലവമല്ല, ഒരു കലാപം വരെയില്ല. 1400 വർഷമായിട്ടും മുഹമ്മദ് നബിയുടെ പ്രതിമ തകർത്തു എന്നതിന്റെ പേരിൽ ഒരു ഈച്ചയെപ്പോഴും കൊല്ലേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഒരു ഈച്ചയിൽ അതെന്ത് സംഭവിച്ചു? പുറപ്പാടിലെ 20 അധ്യായം 1 മുതൽ 6 വരെയുള്ള സൂക്തം എന്താ? മുസ്ലിം ദേശത്തു നിന്നും അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു സാക്ഷാൽ ദൈവം. അതുകൊണ്ട് നേരെ സ്വർഗത്തിലുള്ളതിന്റെയോ താഴെ ഭൂമിയിലുള്ളതിന്റെയോ വെള്ളത്തിനടിയിലുള്ളതിന്റെയോ ഒന്നിന്റെയും പ്രതിമ അരുത്. ഭൂമിയാണ് നിന്റെ ദൈവം. അതുകൊണ്ട് പ്രതിമ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ പ്രതിമ ഉണ്ടാക്കുന്ന കലാമുണ്ടാക്കിയ ആരാ കുറ്റക്കാരൻ? ദൈവമോ ദൈവവേദമോ മനുഷ്യന്റെ അറിവില്ലായ്മയോ? അതാണ് സ്വാമി ദയാനന്ദ സരസ്വതി പഠിപ്പിച്ചത്. അതാണ് കേനോപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. അതിന്റെ 1-ാം കാണ്ഡത്തിലെ 6, 7, 8 സൂക്തങ്ങൾ എനിക്ക് ട്രൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്. അതെങ്ങനെയാ പറയുന്നത്? പശ്യതി നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട് ആരാധിക്കുന്നതൊന്നും ഈശ്വരനല്ല. നിങ്ങൾ കണ്ണിനെ കാഴ്ച നൽകിയവരും നിങ്ങൾ ആ ദൈവത്തെ കാണുന്നില്ല, പക്ഷേ ദൈവം നിങ്ങളെ കാണുന്നു. അങ്ങനെയുള്ളവരാണ് സാക്ഷാൽ ബ്രഹ്മം. അതുകൊണ്ട് ഇതാണ് ദൈവം എന്ന് കരുതി നിങ്ങൾ ആരാധിക്കുന്നതൊന്നും ദൈവമല്ല. ഇത് ബൈബിളിൽ നിന്നാണ്. ആ ദൈവത്തെ ഒരു നാളും ഒരാളെ കണ്ടിട്ടില്ല. ഇത് ഖുർആനിലെ 6-ാം അധ്യായത്തിൽ കാണാം. ആ ദൈവം നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല, നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല, ദൈവത്തിന് നിങ്ങളെ കാണാൻ കഴിയും. അങ്ങനെയുള്ള സാക്ഷാൽ ഈശ്വരനെ ആരാധിക്കുക എന്നുള്ളത്. പിന്നെയുണ്ട് നമ്മുടെ കയ്യിൽ പല പ്രശ്നങ്ങളും. ലവ് ജിഹാദി നമ്മുടെ വലിയൊരു ഉദാഹരണം ഉണ്ടാക്കിയ വിഷയം. ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾ അറിയണം. കാരണം തെറ്റിദ്ധാരണ കൊണ്ട് എന്നെ പോലെയുള്ള താടിയുള്ളവരെ കാണുന്നവർ പേടിച്ചിട്ടുണ്ടാവും. താടി ഇന്നത്തെ കാലത്ത് വലിയ പേടിയായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്, ലവ് എന്ന് പറയുന്ന സ്നേഹം, അഫെക്ഷൻ എന്ന് നമ്മൾ ലവ് എന്ന പദത്തിന്റെ സ്ഥാനത്തല്ല അഫെക്ഷൻ. അത് വേറൊരു സ്ഥലമാണ്. ഏതായിരുന്നാലും ഞാനൊരു കാര്യം പറയാം. ഞാനൊരു മുസ്ലിമാണല്ലോ, എനിക്ക് ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രേമിക്കാൻ പാടില്ല. എന്റെ മതപ്രകാരം, ഞാൻ പഠിപ്പിക്കപ്പെട്ട ഇസ്ലാം പ്രകാരം എനിക്കൊരു മുസ്ലിം പെൺകുട്ടിയെ പ്രേമിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഞാനൊരു ഹിന്ദു പെൺകുട്ടിയെ പ്രേമിക്കും? അങ്ങനെ പ്രേമിച്ച് അവരെ ചതിക്കുക. പ്രേമം പരിശുദ്ധമാണല്ലോ എന്നല്ലേ പറയുന്നത്. പ്രേമത്തിന് ജാതി മതമോ? ഇസ്ലാമിൽ വിവാഹത്തിന് മുമ്പുള്ള സ്ത്രീ പുരുഷ ബന്ധവും പ്രേമവും ഹറാമാണ്, പാടില്ലാത്തതാണ്. അത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ? നിങ്ങളുടെ സ്വന്തം മകൾ വേറെ മറക്കാരുടെ കൂടെ ഓടിപ്പോകുന്നത് വേദനിച്ചിട്ടില്ലേ? കരഞ്ഞിട്ടില്ലേ? പിതാരക്ഷിതി കൗമാരേ ഭദ്രാരക്ഷിതി യൗവനേ പുത്രോ രക്ഷിതു വാദക്കേ രക്ഷന്തിത്തവരേ പുത്ര സ്ത്രീ സ്വാതന്ത്ര്യപദ്ധതി. അച്ഛന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞ മകൾ ഇന്ന് ഭർത്താവിന്റെ സംരക്ഷണത്തിന് അതിനിടയിൽ കാമുകോ രക്ഷിതി എന്നില്ല. അതുകൊണ്ട് പ്രേമമാണ് പ്രേമിച്ചാലും മുസ്ലിം പെൺകുട്ടി ഹിന്ദു പ്രേമിച്ചാലും ഹിന്ദു പെൺകുട്ടിയെ മുസ്ലിം പ്രേമിച്ചാലും പാപമാണ് ചെയ്യരുത്. അതാണ് മതം പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സംസ്കാരം ഇസ്ലാമിക സമൂഹത്തിലില്ല. ഇനി ജിഹാദ് എന്നത് അറബി പദം. എന്തായാലും അർത്ഥം പറയുന്നത് ത്യാഗം എന്നാണ് അർത്ഥം. ഞാനൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. പ്രവാചകന്റെ സന്നിധാനത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നു. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒരു ചെറുപ്പക്കാരൻ അവർ ഞാൻ ആയുധമേറിയുള്ള പോരാട്ടത്തിന് റെഡിയായി. പ്രവാചകൻ ഉടനെ ചോദിച്ചു, നിന്റെ അച്ഛനും അമ്മയും ഉണ്ടോ? നിന്റെ മാതാപിതാക്കൾ ജീവിച്ചെടുക്കുന്നുണ്ടോ? അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞുകൊണ്ട് അവര് കരയുകയായിരുന്നു. ഞാൻ അങ്ങോട്ട് വരുമ്പോ അവർക്കാരുമില്ല. ഞാൻ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പ്രശ്നമാണ്, അവർക്കാരുമില്ല. നോക്കണേ, ആ സമയത്ത് പ്രവാചകൻ പറയാൻ, ദൈവത്തിന്റെ പുണ്യം നേടാനാണോ നീ ആയുധ ജിഹാദിന് പുറപ്പെട്ടത്? എങ്കിൽ ഏറ്റവും വലിയ ജിഹാദ് എന്റെ പ്രിയപ്പെട്ട അവസ്ഥകൾ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട ആർഎസ്എസിന്റെയോ ബിജെപിയുടെയോ വജ്രങ്ങളുടെയോ ശിവസേനയുടെ ഹിന്ദു സമൂഹത്തിലേതോ ആവട്ടെ, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ മുഖത്തുപെട്ടു എന്ന്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ജിഹാദ് എന്ന് പറഞ്ഞ പ്രവാചകൻ വിശദീകരിക്കുകയാണ്. നീ